കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവജന പഠനത്തിനായി സൂം പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർ, മാതാപിതാക്കൾ, സഹോദരന്മാർ എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഹൃദയാംഗമായി സ്വാഗതം ചെയ്തുകൊള്ളും. ഇതിനെ തുടർന്ന് യൂട്യൂബിൽ ദൈവജനം പഠിക്കാൻ ആഗ്രഹിച്ചു വരുന്ന എല്ലാ മാന്യ കേൾവിക്കാരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഹൃദയാംഗമായി സ്വാഗതം ചെയ്തുകൊള്ളും. നമ്മുടെ എസ്കേൽ പ്രവചനം 29 അധ്യായമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 29 അധ്യായം ഈജിപ്തിലെ രാജാവിനോടുള്ള ദൈവത്തിന്റെ അരുളപ്പാടാണ്. അവന്റെ മേൽ വരാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ച് വളരെ സവിസ്തരമായി പറയുന്ന ഭാഗമാണ്. ആരംഭ ഭാഗത്ത് യഹോവയുടെ മുഖം അവന്റെ മേൽ തിരിച്ച് അവനെ നൈൽ നദിയിൽ കിടക്കുന്ന ഒരു മുതലയോട് സാമ്യപ്പെടുത്തി അവിടുത്തെ രാജാവിനെ കുറിച്ച് പറയും. ഫറവോൻ, ഒഫ്ര എന്ന് പറയുന്ന രാജാവാണ് കാലഘട്ടത്തിൽ ഭരിച്ചിരുന്നത്. ആ രാജാവ് പറയുന്ന ഒരു കാര്യമുണ്ട്, സ്റ്റേറ്റ്മെന്റ്: ഞാൻ വെള്ളത്തിന് നടുവിൽ കിടക്കുന്നു, ഞാൻ ഇതെല്ലാം ഉണ്ടാക്കി, അത് എനിക്കുള്ളതാണ് എന്ന് പറയുമ്പോൾ തന്നെ യഹോവയായ ദൈവം അവനോട് പറയുന്നു, ഞാൻ നിന്റെ മേൽ ന്യായവിധി അയക്കും. ഞാൻ വെള്ളത്തിൽ കിടക്കുന്നു, വെള്ളം എന്റേതാണെന്ന് പറയുന്ന നിന്നെ ഞാൻ ചൂണ്ടൽ കൊളുത്തി, ചെകിളിൽ ചൂണ്ടൽ കൊളുത്തി നിന്നെ വലിച്ചെടുത്ത് മരുഭൂമിയിൽ കൊണ്ടുപോകും. അവിടെ കൊണ്ട് നിന്നെ എറിയും. നിന്നോടൊപ്പം ഉണ്ടായിരുന്ന ചെറു മീനുകളും ഒക്കെ നിന്നെ പറ്റിപ്പിടിച്ചിരിപ്പുണ്ട്. എന്നാൽ നിന്നെ അവിടെ കൊണ്ട് വലിച്ചെറിഞ്ഞാൽ ആര് നിന്നെ ശേഖരിക്കുകയോ നിന്നെ വീണ്ടും അവിടുന്ന് കളക്ട് ചെയ്യുകയോ ചെയ്യത്തില്ല. ഞാൻ നിന്നെ കാട്ടിലെ ദുഷ്ടമൃഗങ്ങൾക്കും ആകാശത്തിലെ പറവകൾക്കും നിന്നെ ഭക്ഷണമാക്കി കൊടുക്കും. നമുക്കറിയാം, ഈജിപ്തിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു സംസ്കാരമാണ് മമ്മി സംസ്കാരം. ആ രാജ്യത്തിലെ പ്രധാന വ്യക്തികൾ ആരെങ്കിലും മരിക്കുകയാണെങ്കിൽ അവരെ പ്രത്യേകമാകുന്ന നീലയിൽ അടക്കി എന്നും ആ ഡെഡ് ബോഡി കേടുകൂടാതെ സൂക്ഷിക്കുന്ന ഒരു സിസ്റ്റം അവർക്കുണ്ട്. അപ്പൊ ഈ എഫ്രായിഡ് പറയുന്നത്, ഞാൻ നിന്നെ വലിച്ചെടുത്ത് വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്ത് മരുഭൂമിയിൽ വെളിപ്രദേശത്ത് കൊണ്ടെറിയും. അവിടുന്ന് നിന്നെ ആരും ശേഖരിക്കത്തില്ല. ഞാൻ അവിടുന്ന് ദുഷ്ടമൃഗങ്ങളും പറവകളും നിന്നെ കൊത്തും എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ അടക്കുവാൻ അനുവദിക്കത്തില്ല. ഈജിപ്തിലെ ഫറവോൻ മരിക്കുമ്പോൾ അവരെ മമ്മീസായി എന്ന് നിലനിൽക്കത്തക്ക നിലയിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ യഹോവ ദൈവം പറഞ്ഞു, അത് ഞാൻ അനുവദിക്കത്തില്ല. അത് ഈജിപ്തുകാരെ സംബന്ധിച്ച് വലിയ വേദന ഉണ്ടാക്കുന്നതാണ്. അവരുടെ വലിയ കൾച്ചറിനെ ബാധിക്കുന്ന ഭാഗമാണ്. ദൈവം അവിടെയാണ് തൊട്ടേക്കുന്നത്. അപ്പൊ ആദ്യത്തെ ഭാഗം ഈ നിലയിൽ ദൈവം ഫറവോന് കൊടുക്കുന്ന ന്യായവിധിയെക്കുറിച്ച് ആ ഭാഗത്ത് പറയുന്നുണ്ട്. രണ്ടാമത് യഹോവയെ ദൈവം എടുക്കുന്ന ഒരു ഉദാഹരണം ഞാങ്ങണയോട് സാമ്യപ്പെടുത്തിയാണ് രാജാവിനെ പറയുന്നത്. അവരുടെ രാജ്യത്തുള്ള ഏറ്റവും അധികം കാണപ്പെടുന്ന ഒരു ചെടിയാണ് ഞാങ്ങണ. ബലമില്ലാത്ത, മലയാളത്തിൽ വായിക്കുന്നത് ഓടക്കുടലാക്ക് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അകത്തൊന്നുമില്ല, പൊള്ളയാ. രണ്ട് പറഞ്ഞത് ഇസ്രായേൽ ജനം അതിനെ ഒരു ഊന്നുവടിയായിട്ട് ഉപയോഗിച്ചു, പക്ഷേ അത് ഒടിഞ്ഞുപോയി. നിന്നെ ചാരി നിന്നു, അത് നടു ഒടിഞ്ഞു വീഴത്തക്ക നിലയിലേക്ക് നിന്നീ ഒടിഞ്ഞുപോയി എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ജനം ദൈവത്തെ ആശ്രയിക്കേണ്ടതിന് പകരം
മിസ്രൈമിലെ രാജാക്കന്മാരെ ആശ്രയിച്ചിരുന്നു. ദൈവം അവർക്ക് പ്രത്യേകമാകുന്ന നിർദ്ദേശം കൊടുത്തിരുന്നു, ഒരു കാരണവശാലും മിസ്രൈമിലേക്ക് മടങ്ങിപ്പോകരുത്, അവിടുന്ന് കുതിരകളെ വാങ്ങരുത്, അവിടേക്ക് പോകരുത് എന്ന് പറഞ്ഞപ്പോൾ യഹൂദയിലെ രാജാക്കന്മാർ, ജനങ്ങൾ, അവർ ഈജിപ്തിലേക്ക് തിരിയുകയും ഈജിപ്തിനെ ആശ്രയിക്കുകയും ചെയ്തു. അവിടെ യഹോവ ദൈവം പറയാണ്, നിനക്ക് അവരെ സഹായിപ്പാൻ കഴിയാത്ത നിലയിൽ നീ ഒരു ഞാങ്ങണയായി മാറ്റും. അവർ നിന്റെ അടുത്ത് സഹായത്തിന് വേണ്ടി വരുമ്പോൾ നിനക്ക് സഹായിപ്പാൻ കഴിയാത്ത നിലയിൽ നീ ബലഹീനമായി പോകും. നിനക്ക് അവരെ സഹായിപ്പാൻ കഴിയത്തില്ല. ആ നിലയിലേക്ക് നീ മാറ്റപ്പെടുമെന്ന് വളരെ വ്യക്തമായി പറയുകയാണ്. അവർ നിന്നെ കയ്യിൽ പിടിച്ചപ്പോഴൊക്കെ നീ ഒടിഞ്ഞുപോയി, തോളൊക്കെ കീറിപ്പോയി. ഇതവരുടെ ബലഹീനതയെ കാണിക്കും. ഒന്നുമില്ലാത്തതായി മാറും, ബലഹീനമായി മാറ്റപ്പെടുമെന്നോ വളരെ വ്യക്തമായി ഈ ഭാഗം പറയുകയാണ്. ഇത്തരം ഭാഗമാണ് നമ്മൾ പഠിച്ചത്. നമുക്കറിയാം, സിദെക്കീയ രാജാവ് ബാബിലോൺ രാജാവിനോട് എതിർക്കുവാൻ വേണ്ടി ഒഫ്ര എന്ന് പറയുന്ന ഫറവോയെ ആശ്രയിച്ചിരുന്നു. എന്നാൽ തത്സമയത്ത് ഫറവോൻ അവരെ സഹായിപ്പാൻ കഴിഞ്ഞില്ല. ബാബിലോൺകാർ വരികയും സിദെക്കീയാവിനെ പിടിക്കുകയും ചെയ്തു, രാജ്യം എന്നേക്കുമായി നശിപ്പിക്കുകയും ചെയ്തു. നമുക്കിനി 8 മുതലുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ വീണ്ടും മിസ്രൈമിനോടുള്ള ബന്ധത്തിൽ, അഥവാ ഈജിപ്തിനോടുള്ള ബന്ധത്തിൽ, ഈജിപ്തിലെ രാജാവുടെ ബന്ധത്തിൽ എന്താണ് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്കതുകൊണ്ട് 29 അധ്യായത്തിൽ 8 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ നേരെ വാൾ വരുത്തി നിങ്കിൽ നിന്ന് മനുഷ്യനെയും മൃഗത്തെയും ഛേദിച്ചു കളയും. മിസ്രയീം ദേശം പാഴും ശൂന്യവുമായി തീരും. ഞാൻ യഹോവ എന്നവർ അറിയും. നദി എനിക്കുള്ളതാകുന്നു, ഞാൻ അതിനെ ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് അവൻ പറഞ്ഞുവല്ലോ. അതുകൊണ്ട് ഞാൻ നിനക്കും നിന്റെ നദികൾക്കും വിരോധമായിരുന്ന് മിസ്രയീം ദേശത്തെ സെവേന ഗോപുരം മുതൽ കൂശിന്റെ അതിർത്തി വരെ അശേഷം പാഴും ശൂന്യവുമാക്കും. മനുഷ്യന്റെ കാൽ അതിൽ കൂടി കടന്നു പോകയില്ല, മൃഗത്തിന്റെ കാൽ അതിൽ ചവിട്ടുകയുമില്ല. 40 സംവത്സരത്തേക്ക് അതിൽ നിവാസികൾ ഇല്ലാതെ ഇരിക്കും. ഞാൻ മിസ്രയീം ദേശത്തെ ശൂന്യദേശങ്ങളുടെ കൂട്ടത്തിൽ ശൂന്യമാക്കും. അതിലെ പട്ടണങ്ങൾ ശൂന്യ പട്ടണങ്ങളുടെ കൂട്ടത്തിൽ 40 സംവത്സരത്തേക്ക് ശൂന്യമായിരിക്കും. ഞാൻ മിസ്രയീമ്യരെ ജാതികളുടെ ഇടയിൽ ചിഹ്നിച്ച് ദേശങ്ങളിൽ ചിതറിച്ചു കളയും. ഓക്കെ, ഇവിടെ ഈജിപ്തിന് മേൽ വരാൻ പോകുന്ന വാളിനെ കുറിച്ച് പറയും. ന്യായവിധിയാകുന്ന വാൾ. യഹോവ രാജാവിനെയും ഈജിപ്തിനെയും ശിക്ഷിക്കും. ബാബിലോൺകാർ വന്ന് ഈജിപ്തിനെ ആക്രമിക്കും. ഈ വാക്യങ്ങളെല്ലാം എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. നദിയെക്കുറിച്ച് ആവർത്തിച്ചു പറയുന്നുണ്ട്. ആ 10ാമത്തെ വാക്യത്തിലേക്ക് ഇങ്ങനെ വായിക്കുന്നു, ഞാൻ നിനക്കും നിന്റെ നദികൾക്കും വിരോധമായിരിക്കുന്നു. അപ്പൊ ആ പദങ്ങൾ അവിടെ ഇനി 9ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, ഞാൻ യഹോവ എന്ന് അവർ അറിയും. നീ നദി എനിക്കുള്ളതാകുന്നു, ഞാൻ അതിനെ ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞുവല്ലോ. അപ്പൊ ആ പദപ്രയോഗം യഹോവയായ ദൈവം കൂടെ കൂടെ പരാമർശിക്കുന്നത് കൊണ്ട് നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയും. ഈ ഫറവോ രാജാവ് അഥവാ ഫറവോ ഒഫ്ര അല്ലെങ്കിൽ മറ്റ് ഫറവോന്മാർ, ഈജിപ്തുകാർ, അവർ നൈൽ നദിയെയും അതിലെ വെള്ളത്തെയും അതിനകത്ത് വളരുന്നയൊക്കെ ഒരു പ്രത്യേകമാകുന്ന നിലയിൽ അതിനെ കാണുകയും ആ നിലയിൽ അതിനെ ആരാധിക്കുകയും അത് വലിയ ഒരു അനുഗ്രഹമായി അവർ ജീവിതത്തിൽ കാണുകയും ചെയ്തു. നമുക്കറിയാം, നൈൽ നദി
ആണ് വാസ്തവത്തിൽ ഈജിപ്തിനെ സമ്പൽ സമൃദ്ധിയും ഒക്കെ ആക്കി തീർക്കാൻ കാരണം അതിലൂടെ ഒഴുകുന്ന നൈൽ നദിയാണ്. ആ നൈൽ നദിയിലുള്ള വെള്ളം, അതിൽ നിന്ന് വരുന്ന ഡെൽറ്റ തുടങ്ങിയ കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് അവൻ പറയുന്നത് എബ്രായരുടെ ദൈവമാകുന്ന യഹോവയൊന്നും ഞങ്ങൾക്ക് വലിയ പ്രശ്നമല്ല, ഞങ്ങൾക്ക് അതിനേക്കാൾ കാര്യം ഞങ്ങളുടെ നദി, ഞാൻ നദിക്കകത്താ കിടക്കുന്നത്. അതുകൊണ്ട് യഹോവ ദൈവം പറഞ്ഞ, ആദ്യം ഞാൻ നിന്നെ ആ വെള്ളത്തിൽ, ആ നദിക്കകത്ത് കിടക്കുന്ന വെള്ളത്തിൽ നിന്ന് ഞാൻ നിന്നെ പൊക്കിയെടുത്തെറിയും. നദി വലുതാണ്, അത് എന്റേതാണ്, ഞാൻ ഉണ്ടാക്കിയതാണ്, ഇത് മതി, ഇതിനപ്പുറത്ത് ഞങ്ങൾക്കൊരൊന്നുമില്ല എന്ന് പറയുന്ന നിന്നെ ഞാൻ ആ വെള്ളത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. രണ്ടാമത്, ഈജിപ്തുകാർ ആ നൈൽ നദിയെ വിശ്വസിച്ചിരുന്നു, അതിനെ ഒരു ദൈവികമാകുന്ന അനുഭവത്തിൽ കണ്ടിരുന്നു. ദൈവം അതുകൊണ്ട് ആ നിലയിൽ അവരോട് പറയുകയാണ്, അവർക്ക് ദൈവത്തിന്റെ ഒരു സഹായവും ആവശ്യമില്ല എന്നാണ് അവർ ചിന്തിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പറയുന്നു, ഞാൻ നിന്റെയും നിന്റെ നദി നിമിത്തവും നിനക്കും നിന്റെ നദികൾക്കും വിരോധമായിരിക്കുന്ന, വേറൊന്നുമല്ല. ഇപ്പൊ ദൈവത്തിന്റെ ന്യായവിധി യുദ്ധത്തിന്റെ വാളിലൂടെ വരും. അത് മനുഷ്യനെയും മൃഗങ്ങളെയും നശിപ്പിക്കും. കൂടാതെ വായിച്ചു വരുമ്പോൾ മറ്റ് രാജ്യങ്ങളിലേക്ക് പ്രവാസികളായി പോകും. ഈജിപ്തിന്റെ ഒരു പ്രൈഡ്, അവരൊരു പ്രൗഡ്, അഭിമാനം, അഹങ്കാരമായി കണ്ടിരുന്ന നദി നിമിത്തമാണ് ഈ ന്യായവിധി ഉണ്ടാകുന്നത്. ഇവിടെ യഹോവയായ ദൈവം ന്യായവിധി അറിയിക്കുന്നത് നൈൽ നദിയെ കേന്ദ്രമാക്കിക്കൊണ്ടാണ് സംസാരിക്കുന്ന മുഴുവൻ. അവിടെ എടുത്തു പറയുന്നുണ്ട്, അപ്പൊ നദി എന്റേതാണ്, ഞാനാണെന്നൊക്കെ പറയുന്ന ഈജിപ്ഷ്യൻ രാജാവിനോടുള്ള ദൈവത്തിന്റെ ന്യായവിധിയുടെ ദൂത്. അപ്പൊ ഈജിപ്തിന്മേൽ ദൈവത്തിന്റെ ന്യായവിധി വരാനുള്ള കാരണം ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ ഈ നദിയെ ചുറ്റിപ്പറ്റിയുള്ള കാര്യമാണ്. അത് എന്റേതാണ്, ഞാൻ ഉണ്ടാക്കിയതാണ് എന്ന നിലയിൽ അതിനെ ഉയർത്തി ഉയർത്തി പറയുകയാണ്. അതുകൊണ്ട് യഹോവയായ ദൈവം പറയുന്നു, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, സെവേനെ ഗോപുരം വരെ. 10-ാമത്തെ വാക്യം വായിച്ച്, അതുകൊണ്ട് ഞാൻ നിനക്കും നിന്റെ നദികൾക്കും വിരോധമായി ഇരുന്ന് മിസ്രയീം ദേശത്തെ സെവേന ഗോപുരം മുതൽ കൂശിന്റെ അതിർത്തി വരെ അശേഷം പാഴും ശൂന്യവുമാക്കും. അതൊരു അതിർത്തി പറയുന്നുണ്ട്. സൈറേനെ ഗോപുരം, ഇവിടെ ഗോപുരം എന്ന് വിവർത്തനം ചെയ്തിരിക്കുന്ന പദം സൂയസിനടുത്തുള്ള ഒരു പദമാണ്. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ 2-ാമത്തെ വാക്യം വായിച്ചു. എക്സോഡസ് ചാപ്റ്റർ 14 verse 2. യഹോവ പിന്നെ മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, നിങ്ങൾ തിരിഞ്ഞ് മിഗ്ദോലിനും കടലിനും മധ്യേ ബാൽ സെഫോന് സമീപത്തുള്ള പീഹഹിരോത്തിന്റെ അരികെ പാളയം ഇറങ്ങണമെന്ന് ഇസ്രായേൽ മക്കളോട് പറക. അപ്പൊ അവിടെ പരാമർശിക്കുന്ന മിഗ്ഡോൺ, അതാണ് സരേനെ ഗോപുരം എന്ന് പറയുന്നത്. ആ മിഗ്ഡോനുള്ള പ്രദേശമാണ്, മിഗ്ഡോൺ ആണ്. അപ്പൊ മിഗ്ഡോൺ മുതൽ സയീൻ വരെ, അതായത് എത്യോപ്യയുടെ അതിർത്തി വരെയുള്ള സ്ഥലങ്ങൾ. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഈജിപ്റ്റ് ദേശം മുഴുവൻ, ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ. ഈജിപ്തിന്റെ അങ്ങേയറ്റത്തെ തെക്കൻ അതിർത്തിയിലുള്ള ഒരു പട്ടണമായിരുന്നു സയർ.
ഇത് ആധുനിക ലോകത്ത് അറിയപ്പെടുന്നത് അസുവാൻ എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പൊ ഇത് അവശിഷ്ടങ്ങളുടെ ഇടയിൽ കിടക്കുന്ന ഒരു പട്ടണമായി മാറി. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇതിന്റെ അതിർത്തി മുതൽ ഒരതിർത്തി മുതൽ മറ്റേ അതിർത്തി വരെ ഉള്ള സകല ദേശങ്ങളെയും ഞാൻ ശൂന്യമാക്കും എന്ന് ഇവിടെ വളരെ വ്യക്തമായി പറയുന്നു. ഞാൻ അതിനെ പാഴും അശേഷം പാഴും ശൂന്യവുമാക്കും. നമുക്കറിയാം, നമ്മെ ഓർപ്പിച്ചതുപോലെ നൈൽ നദിയിലെ വെള്ളം ധാരാളം ഉള്ളത് കൊണ്ടും അവിടുന്നുള്ള മറ്റു കാരണങ്ങൾ കൊണ്ട് അവിടുത്തെ കൃഷി, സമ്പൽ സമൃദ്ധമാകുന്ന അനുഭവങ്ങൾ ഒക്കെ ഉള്ള ആ രാജ്യത്തിന്മേൽ അത് ഞങ്ങളുടേതാണ് എന്ന് അഭിമാനിക്കുന്ന, അഹങ്കരിക്കുന്ന, അഭിമാനം കൊള്ളുന്ന മിസ്രൈമിൽ ലജ്ജിച്ച് പോകത്തക്ക നിലയിൽ ഒരു വിധത്തിൽ മുൻപോട്ട് പോകാൻ കഴിയാത്ത നിലയിൽ ദൈവം പറയുന്നു, ഞാൻ ആ ഈജിപ്തിനെ പാഴും ശൂന്യമാക്കി തീർക്കും. നിങ്ങൾ പറയുമായിരിക്കും, ഞങ്ങൾക്ക് നൈൽ നദി ഉണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങളെ ആർക്കും ഒന്നും ചെയ്യാനൊക്കത്തില്ല, ഞങ്ങൾക്ക് വേറൊരു സഹായം വേണ്ട, ഞങ്ങളുടെ ദേവതയാകുന്ന നൈൽ നദിയുള്ള കാലത്തോളം ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല എന്ന് പറയുന്നു എങ്കിൽ, യഹോവയായ ദൈവം പറയുന്നു, ഞാൻ ആ ദേശത്തെ പാഴും ശൂന്യമാക്കി മാറ്റും. എങ്ങനെയിരിക്കുന്ന ദേശമാണ്. അപ്പോൾ ആ നദിയെ കുറിച്ച് പറയുന്നതിനകത്ത് കുറെ കൂടെ ആഴത്തിലുള്ള ചില കാര്യങ്ങൾ യഹോവയായ ദൈവം മനസ്സിലാക്കി. ഈജിപ്തുകാരനും ഫറവോയും അത് വാക്കുകളിലൂടെ പറയുമ്പോൾ ആ വാക്കുകളുടെ എന്തർത്ഥത്തിലാണ് പറയുന്നതെന്ന് യഹോവയായ ദൈവം മനസ്സിലാക്കിയിട്ട് പറയുകയാണ്, ഞാൻ അതിനെ പാഴും ശൂന്യമാക്കി മാറ്റുവാണ്. അവരൊരിക്കലും മാറ്റാൻ കഴിയത്തില്ല, അത്രമാത്രം ഉയർന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ യഹോവയായ ദൈവം പറയും, ഞാൻ അതിനെ പാഴും ശൂന്യമാക്കി മാറ്റും. ഈ 11-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, മനുഷ്യന്റെ കാലും മൃഗത്തിന്റെ കാലും അതിൽ ചവിട്ടുകയില്ല എന്ന് പറഞ്ഞാൽ അത് ശൂന്യമായി പോകുന്നു. അതിനകത്ത് ആർക്കും വസിക്കുവാൻ കഴിയാത്ത നിലയിൽ ഒരു മരുഭൂമിയുടെ അനുഭവത്തിലേക്ക് നീങ്ങുന്നു. അതെങ്ങനെ സംഭവിക്കും? കാരണം ആ സമ്പൽ സമൃദ്ധമാക്കി തീർത്തുകൊണ്ടിരിക്കുന്ന നൈനിലുള്ള കാലത്തോളം അതെങ്ങനെയാണ് ഒരു മരുഭൂമിയായ ഒരു അനുഭവത്തിലേക്ക് നീങ്ങുന്നത്? എങ്ങനെ അത് ശൂന്യതയിലേക്ക് പോകുന്നത്? എങ്ങനെ? ഇന്ന് രാത്രിയിൽ നമ്മളൊരു കാര്യം ഓർക്കണം, ദൈവം വിചാരിച്ചാൽ നടക്കാത്ത ഒരു കാര്യവുമില്ല. എത്രയെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും, ഏതെല്ലാം ഉയർന്ന നിലയിൽ എന്തെല്ലാം അതിന്റെ പിൻപിലുണ്ടെന്ന് പറഞ്ഞാലും, ദൈവം തൊട്ടാൽ പിന്നെ അതിനോട് എതിർത്ത് നിൽക്കുവാൻ ഒരു നൈൽ നദിക്കും ശക്തിയില്ല. ഒരു ഒഫ്രയെ കൊണ്ടും സാധ്യമല്ല, ഒരു ഫറവോനെ കൊണ്ടും സാധ്യമല്ല, ഒരു ബാബിലോൺ സാമ്രാജ്യ ശക്തിയാകുന്ന നെബൂഖദ്നേസറിനെ പോലും കൊണ്ടും സാധ്യമല്ല, ലോകത്തിൽ ആരെ കൊണ്ടും സാധ്യമല്ല. അതുകൊണ്ട് നമ്മൾ അവകാശപ്പെട്ട് പറയുമ്പോൾ, ചില കാര്യങ്ങൾ നമുക്ക് ലഭിക്കുമ്പോൾ, ദൈവം പലപ്പോഴും നമുക്ക് തരുന്നത് ദാനമായി തരുന്നതാണ്. ദാനമായി തരുന്നതിനെയെല്ലാം ദൈവത്തെക്കാൾ ഉപരിയായ നിലയിൽ പ്രാധാന്യത കൊടുത്ത് പറയുന്നു എങ്കിൽ, ദൈവത്തിന് അല്പം സമയം മതി അതിനെയെല്ലാം പാഴും ശൂന്യമാക്കി മാറ്റുവാൻ. ഇന്നും അത് തന്നെ. ഇന്നും ഏത് സാമ്രാജ്യ ശക്തിയായാലും ദൈവത്തെ മറക്കുന്നു എങ്കിൽ, ദൈവത്തിന് കൊടുക്കേണ്ട പ്രാധാന്യത കൊടുക്കാതെ തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സ്വാർത്ഥ താല്പര്യങ്ങൾക്കനുസരിച്ച് മുൻപോട്ട് പോയാൽ, ദൈവത്തോട് എതിർക്കാൻ തുടങ്ങിയാൽ ആർക്കും പിടിച്ചു നിൽക്കുവാൻ കഴിയുകയില്ല. അവിടെ വായിക്കുന്ന 40 വർഷം നീണ്ടു നിൽക്കുന്ന ഈജിപ്തിന്റെ ഒരു വലിയ നാശം സംഭവിക്കാൻ പോകുന്നു വായിക്കും. 40 വർഷം അവിടെ വായിക്കുന്നത് പാഴും ശൂന്യമായി പോകുന്ന എത്ര വർഷത്തേക്കാ? 40 വർഷത്തേക്കാ. ദൈവം വളരെ ഉറപ്പിച്ചു പറയുകയാണ്, മിസ്രൈമിൽ വരാൻ പോകുന്ന വലിയ നാശം സംഭവിക്കും. ശൂന്യമായി കിടക്കുന്ന നഗരങ്ങളിലുള്ള വിജനമായ ദേശങ്ങളിൽ പാർക്കുന്ന ഒരു കൊച്ചു ജനത അവിടെ ഉണ്ടായിരിക്കും.
അടുത്തതായി പറയുന്നുണ്ട്, ഞാൻ ജാതികളുടെ ഇടയിൽ അവരെ ചിതറിച്ചു കളയും എന്ന് വളരെ വ്യക്തമായി പറഞ്ഞു. ഞാൻ ജാതികളുടെ ഇടയിൽ അവരെ ചിതറിച്ചു കളയും, ശൂന്യമാക്കും. ഒരു മനുഷ്യനും ചവിട്ടുകയില്ല, ഒരു മൃഗവും ചവിട്ടുകയില്ല, ആരും അതിനകത്ത് കയറാൻ കഴിയാത്ത നിലയിൽ ശൂന്യമാക്കിയിട്ട് പറയുകയാണ്, ഞാൻ അവരെ ചിതറിച്ചു കളയും, അന്യദേശങ്ങളിലേക്ക് ചിതറിച്ചു കളയും. യഹൂദയിലെ ജനങ്ങളും അവിടുത്തെ നേതാക്കളും നമുക്കറിയാം, അവർ ചിതറപ്പെട്ടു. അവരെ പലരും പരദേശികളായി മാറ്റപ്പെട്ടു. അവർ രാജ്യത്തുടനീളം ചിതറിക്കപ്പെട്ടതുപോലെ ഈജിപ്തുകാർ ചിതറിക്കപ്പെടും, അവർ രാജ്യത്തുടനീളം ചിതറിക്കപ്പെടും. യഹോവ വളരെ ഉറപ്പിച്ചു പറയുകയാണ്. നെബൂഖദ്നേസർ ഈജിപ്തിനെ കീഴടക്കിയ ശേഷം ചരിത്രകാരന്മാർ ഇങ്ങനെയാണ് പറയുന്നത്, ധാരാളം തടവുകാരെ ബാബിലോണിലേക്ക് കൊണ്ടുപോയി എന്ന ബാബിലോണിൻ ചരിത്രകാരനാകുന്ന ബെറോസോസ് എന്ന് പറയുന്ന പണ്ഡിതൻ, ഒരു ചരിത്രകാരൻ പറയുന്നുണ്ട്, ഈ ബാബിലോൺ രാജാവ് വന്നിട്ട് ഈജിപ്തിനെ ആക്രമിച്ചിട്ട് ഒരുപാട് ആളുകളെ പ്രവാസികളായി ബാബിലോണിലേക്ക് കൊണ്ടുപോയി. മറ്റു പല പ്രിയപ്പെട്ടവരും അവിടെ നിൽക്കാൻ നിവൃത്തിയില്ലാത്തവരായിട്ട് അയൽ പ്രദേശങ്ങളായിരുന്ന എത്യോപ്യ, ലിബിയ തുടങ്ങിയുള്ള അയൽ രാജ്യങ്ങളിലേക്ക് അവർ പലായനം ചെയ്യപ്പെട്ടു. നോക്കണേ, നദി ഞങ്ങളുടേതാണ്, വെള്ളം ഞങ്ങളുടേതാണ്, ഞങ്ങൾ ഉണ്ടാക്കിയതാണ്, ഞാൻ അതിൽ കിടക്കുന്നു എന്ന് പറയാൻ അതിനകത്ത് മതിച്ച് ഒരു മത്തനായി ഇങ്ങനെ അതിനകത്ത് പൊളഞ്ഞു കിടക്കുമ്പോഴാണ് ദൈവം ഈ ദൂത് അറിയിക്കുന്നതും അവനെ പുറത്തു കൊണ്ടുപോകുന്നതും. കൂടാതെ അതൊരു മരുഭൂമിയായി മാറ്റപ്പെടുമെന്ന് പറഞ്ഞിരുന്നു. ഏകദേശം 40 പരം വർഷം അതൊരു മരുഭൂമിയായി ശേഷിച്ചു. അതാണ് ദൈവത്തിന്റെ വചനത്തിൽ ദൈവം പറയുന്ന കാര്യങ്ങൾ ഊവേ ഊവേ എന്നാണ്, അത് മാറ്റങ്ങളൊന്നുമില്ല. അത് ഇന്നും അങ്ങനെയാണ്. അവിടെ എടുത്തു പറയുന്നു, നീ നദിയെ കുറിച്ച് പറഞ്ഞത് കൊണ്ട് എന്റേതാണെന്ന് നീ പറഞ്ഞത് നിമിത്തം. ഇതിനകത്ത് ഒരിക്കൽ കൂടെ ആ വചനത്തിന് മുമ്പാകെ ഞാൻ ഒരിക്കൽ കൂടെ താഴ്മയോട് പറയട്ടെ, നമുക്ക് ദൈവം തരുന്ന എന്ത് നന്മകളും അതെല്ലാം ദൈവത്തിന്റെ ദാനം മാത്രമാണ്. അതിനകത്ത് അത് എന്റേതാണെന്ന് പറയുവാൻ നമുക്കാർക്കും അവകാശമില്ല. ഒരാൾക്ക് ലഭിക്കുന്ന നന്മകൾ പല വിധത്തിലായിരിക്കാം, പല നിലകളിലായിരിക്കാം ദൈവം പലതും നമ്മെ ഏൽപ്പിച്ചേക്കുന്നത്. പക്ഷെ അതെല്ലാം എൻ്റെ കഴിവുകൊണ്ട് നേടിയെടുത്തതാണ്, അത് എനിക്കുള്ളതാണ്, അത് ഞാനാണ് എന്നെല്ലാം അതിന്മേൽ നമ്മൾ പരാക്രമം കാണിച്ച് മുന്നേറിയാൽ, ദൈവത്തെ മറന്നിട്ടുള്ളൊരു യാത്രയാണെങ്കിൽ ഏത് വ്യക്തിയായാലും ശരി, അവിടെ മേൽ ദൈവം തന്റെ ന്യായവിധി അയച്ചിട്ട് യഹോവയായ ദൈവം ആരാണെന്ന് അവരുടെ ഇടയിൽ തെളിയിക്കുന്ന ദൈവമാണ്. അതുതന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. യഹോവയായ ദൈവം ആരാണെന്ന് അവർ അറിയും എന്ന് ആവർത്തിച്ച് ഈ ഭാഗത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് തരുന്ന എന്തും നന്ദിയോടെ ദൈവത്തിന് നന്ദി പറഞ്ഞ് മുന്നേറുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്കതിന്റെ 13 മുതൽ 16 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, 40 സംവത്സരം കഴിഞ്ഞിട്ട് ഞാൻ മിസ്രയീമ്യരെ അവർ ചിന്നിപ്പോയിരിക്കുന്ന ജാതികളിൽ നിന്ന് ശേഖരിക്കും. ഞാൻ മിസ്രയീമിന്റെ പ്രവാസം മാറ്റി അവരെ അവരുടെ ജന്മദേശമായ പത്രോസ് ദേശത്തേക്ക് മടക്കി വരുത്തും. അവിടെ അവർ ഒരു ഹീന രാജ്യമായിരിക്കും, അത് രാജ്യങ്ങളിൽ വെച്ച് അതിഹീനമായിരിക്കും. ഇനി ജാതികൾക്ക് മേലായി അത് തന്നെത്താൻ ഉയർത്തുകയും ഇല്ല. അവർ ജാതികളുടെ മേൽ വാഴാതെ വണ്ണം ഞാൻ അവരെ കുറച്ചു കളയും. ഇസ്രായേൽ ഗൃഹം തിരിഞ്ഞ് അവരെ നോക്കുമ്പോൾ
അത് ഇനി അവരുടെ അകൃത്യം ഓർപ്പിക്കുന്നതായി ഒരു ശരണമായിരിക്കേയില്ല. ഞാൻ യഹോവയായ കർത്താവെന്ന് അവർ അറിയും. ഓക്കെ, ഇത് ന്യായവിധി പറഞ്ഞിട്ട് 40 വർഷം ചിതറപ്പെട്ടു പോകും, നിന്റെ ദേശം ശൂന്യമായി പോകും, പ്രവാസികളായി ജനം പോകും, അതിനെക്കുറിച്ചെല്ലാം പറഞ്ഞിട്ട് ഇനി ഈ 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ ഈജിപ്തിനെ ദൈവം ഉദ്ധരിക്കും, പുനർനിർമ്മാണം ചെയ്യുമെന്ന ഒരു വാക്തത്വം കൂടെ ഈജിപ്തുകാർ കൊടുക്കുകയാണ്. സൈറൻ എന്ന സ്ഥലത്ത് വെച്ച് ഒഫ്ര എന്ന രാജാവ്, ചരിത്രം ഇങ്ങനെ പറയുന്നത്, ഒരു യുദ്ധത്തിൽ പരാജയപ്പെട്ടു. ആരുമായിട്ടാണ് യുദ്ധം ഉണ്ടായതെന്ന് ചരിത്രം പറയുന്നില്ല, മനസ്സിലാകുന്നില്ല. അവന്റെ കൂട്ടത്തിൽപ്പെട്ട ജനം അവന്റെ കിരീടം അവനിൽ എടുത്തു. BC 569 അമാസീസ് എന്ന ഈജിപ്ഷ്യൻ ഈ ഹൊഫ്രയെ കൊലപ്പെടുത്തി. അങ്ങനെ BC 568 അഹമോസ് രണ്ടാമൻ ഈജിപ്തിലെ രാജാവായി തീർന്നു. ഒഫ്ര ഒരു അഹങ്കാരി ആയതിനാൽ യഹോവ ഈജിപ്റ്റ് മുഴുവൻ നശിപ്പിച്ചു. മെഗ്ദോൽ മുതൽ ആസ്വാനം വരെയും ഈജിപ്തിന്റെ വടക്കും തെക്കുമുള്ള നഗരങ്ങളിൽ അതിർത്തികൾ ഉണ്ടായിരുന്നു. കൂഷ് ഒരു പുരാതന നുബിയ ആയിരുന്നു. അതിപ്പോൾ ആധുനിക എത്യോപ്യയായി മാറി. അപ്പൊ ഈ നിലകളിലേക്ക് അവർ നശിപ്പിക്കപ്പെടുന്നുണ്ട്. ഈ ഈജിപ്തുകാരെ അവൻ ചെതറിപ്പോയിരിക്കുന്ന ജനങ്ങളിൽ നിന്ന് കൂട്ടി ശേഖരിക്കുമെന്ന് പറയുന്നു 13-ാമത്തെ വാക്യം. ദൈവം ഈജിപ്തിനോട് കരുണയും പുനഃസ്ഥാപനവും വാഗ്ദാനം ചെയ്യുന്നു. ഈജിപ്തിലെ തടവുകാരെ അവൻ തിരികെ കൊണ്ടുവരും. അവർ മറ്റ് രാജ്യങ്ങൾ വെച്ച് ഏറ്റവും താഴ്ന്ന രാജ്യം ആണെങ്കിലും അവർ മുൻകാല സാമ്രാജ്യത്തിന്റെയോ ശക്തിയുടെയും സ്വാധീനത്തിനും ഉയരങ്ങളിലെത്തുവാൻ അവർ കഴിയില്ല. ദൈവം പറയുന്നു, ഒരു പുനർനിർമ്മാണം നടത്തും, ഒരു പുനഃസ്ഥാപനം ഉണ്ടാകും. ദൈവത്തിനോട് കരുണ തോന്നി. അതാണ് നമ്മുടെ ഈ ദൈവത്തിന്റെ പ്രത്യേകത. അതാണ് അവൻ കോപിച്ച തിരുമ്പ നിൽക്കാൻ കഴിയില്ല. ഒരു സൈഡിൽ നീതിമാനായ ദൈവം കർക്കശക്കാരനാണ്, മറു സൈഡിൽ കരുണയുള്ള സ്നേഹനിധിയായ ഒരു ദൈവമാണ്. അതുകൊണ്ടാണ് വാസ്തവത്തിൽ ഈ ഭൂമി നിലനിൽക്കാൻ കാരണം. അതാണ്. അതുകൊണ്ട് പുതിയ വായിക്കുന്നു, ദുഷ്ടന്മാരുടെ മേലും നീതിമാന്മാരുടെ മേലും ദൈവം ഒരുപോലെ മഞ്ഞും മഴയും അയക്കുന്നു എന്നാണ് വായിക്കുന്നത്. മനുഷ്യനാണെങ്കിൽ ദുഷ്ടത പ്രവർത്തിക്കുന്ന എങ്ങനെയും നശിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവന് മഞ്ഞും മഴയും ഒന്നും കൊടുക്കുകയില്ല. യഹോവയെ ദൈവം അങ്ങനെയല്ല. ദൈവം അവർക്കും കൊടുക്കുന്നു, മഞ്ഞും മഴയും ആവശ്യത്തിന് കൊടുക്കുന്നു. അതാണ് ദൈവത്തിന്റെ നീതി, നീതിമാനായ ദൈവം. അതാണ് ഇവിടെ അവരുടെ അഹംഭാവവും അഹങ്കാരം നിമിത്തം ദൈവം പറഞ്ഞു, ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കും, നിങ്ങളെ പ്രവാസത്തിലേക്ക് അയക്കും എന്നൊക്കെ പറഞ്ഞാലും അത് കഴിയുമ്പോൾ തന്നെ മനസ്സലിവിന്റെ ദൈവം, ആർദ്രതയുള്ള ദൈവം അവർക്ക് ഒരു വാഗ്ദത്തം കൊടുക്കുന്നു. നിങ്ങൾ വീണ്ടും ശേഖരിക്കപ്പെടും, നിങ്ങൾ വീണ്ടും പണിയപ്പെടും. ഈജിപ്തിലെ തടവുകാരെ ഈജിപ്തിൽ നിന്നും മറ്റ് രാജ്യങ്ങളിലേക്ക് തടവുകാരായി പോയിരിക്കുന്നവരെ ദൈവം തിരികെ കൊണ്ടുവരും. അവർ മറ്റ് രാജ്യങ്ങളിൽ വെച്ച് ഏറ്റവും വായിക്കുന്ന ഹീന രാജ്യമായി മാറ്റപ്പെടുന്നവർ, ഹീനമായിരിക്കും.
ഒരു താഴ്ന്ന രാജ്യമാണെങ്കിലും അവരുടെ മുൻകാല ഒരു സാമ്രാജ്യ ശക്തിയുടെ പ്രൗഢിയും പഴയ പോലെ ഉള്ളതായ എല്ലായിടത്തും പേടിപ്പിക്കുവാനും അവരുടെ സാമ്രാജ്യത്തിൽ ശക്തി കാണിക്കാനും ഒന്നും കാണിക്കാൻ കഴിയാത്ത നിലയിലുള്ളതായ ഒരു കൊച്ചു രാജ്യമായി അത് തീരും. ഇനി ഒരിക്കലും ആ പഴയ സാമ്രാജ്യത്വത്തിലേക്ക് മടങ്ങി വരികയില്ല. അത് വളരെ അക്ഷരാർത്ഥത്തിൽ കറക്റ്റാണ്. ഇന്ന് ഈജിപ്തിലേക്ക് നമ്മൾ നോക്കിയാൽ എന്തുണ്ട്? ഒന്നുമില്ല. അവരുടെ വാക്കുകൾക്കൊന്നും ഒരു വോയിസുമില്ല. ഒരു കാലത്ത് സാമ്രാജ്യശക്തമായി ഉയർന്നിരുന്ന അന്നേ രാജാവും രാജകുമാരന്മാരും എല്ലാവിധ വലിയ യൂണിവേഴ്സിറ്റി ഒക്കെ ഉണ്ടായിരുന്ന രാജ്യം ഇവിടെ വായിക്കുന്നത് ഒന്നുമില്ലാത്തൊരു ഹീന രാജ്യമായി, കൊച്ചു രാജ്യമായി ശേഷിക്കുമെന്ന് പറഞ്ഞതുപോലെ തന്നെ അത് സംഭവിച്ചു. അത് ഉയരങ്ങളിലെത്തുവാൻ ഈജിപ്തിനോട് കഴിഞ്ഞിട്ടില്ല. ഈജിപ്റ്റ് ഒരു മരുഭൂമിയായിരിക്കും എന്ന് പറഞ്ഞു. ആ മരുഭൂമിയിൽ കുറെ ആളുകൾ മാത്രം അവിടെ പാർക്കുന്നു. എന്നാൽ യഹോവ ദൈവം പറഞ്ഞ സമയം കഴിഞ്ഞ്, ഒരല്പസമയം കഴിഞ്ഞ് 40 വർഷം കഴിയുമ്പോൾ ആളുകൾ അവിടേക്ക് മടങ്ങി വരും എന്ന് പറയും. ഇത് അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചു കഴിഞ്ഞു. ഇത് BC 586 ബാബിലോൺകാർ ഈജിപ്തിനെ നശിപ്പിച്ചു. അങ്ങനെ 40 വർഷം ഈജിപ്റ്റ് ബാബിലോണിന്റെ അടിമത്തത്തിൽ കഴിഞ്ഞു. പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ട ഒരു പട്ടണമായി, രാജ്യമായി തീർന്നു. എന്നാൽ നമുക്ക് ബാബിലോൺ സാമ്രാജ്യ ശക്തിക്ക് ക്ഷീണം സംഭവിച്ചപ്പോൾ പേർഷ്യൻ ആധിപത്യം എല്ലാ രാജ്യത്തും ആധിപത്യമായി തീർന്നപ്പോൾ അവർ ബാബിലോൺ കീഴടക്കി. അങ്ങനെ ആ കാലഘട്ടത്തിൽ ബാബിലോൺ ഉണ്ടായിരുന്ന ഈജിപ്തുകാർക്ക് തങ്ങളുടെ രാജ്യത്തേക്ക് മടങ്ങിപ്പോകാനുള്ളതായ സ്വാതന്ത്ര്യം കൊടുക്കുകയും അവരെയെല്ലാം തങ്ങളുടെ രാജ്യത്തിലേക്ക് തിരിച്ചയക്കുകയും ചെയ്തു. അതാണ് നമ്മൾ ഈ പറയുന്ന കാര്യം. ഇവിടെ ഈ വായിച്ച ഭാഗത്ത് 13ാമത്തെ വാക്യത്തിൽ പറയുന്ന ഭാഗത്തിന് അർത്ഥം അതാണ്. 586 ബാബിലോൺകാർ പിടിച്ചു. 40 വർഷം ശൂന്യമായി കിടന്നു. ഒടുവിൽ പേർഷ്യൻ ആധിപത്യം നിലവിൽ വന്നപ്പോൾ അവർ ബാബിലോണിൽ ഉണ്ടായിരുന്ന ഈജിപ്തുകാരെ എല്ലാം തങ്ങളുടെ രാജ്യത്തിലേക്ക് തിരിച്ചയച്ചു. അങ്ങനെയാണ് ഈജിപ്റ്റ് വീണ്ടും ഇവിടെ വായിക്കുന്ന പോലെ ആളുകൾ അതിലേക്ക് താമസിക്കുവാൻ തുടങ്ങി. എന്നാണ് വായിക്കുന്നുണ്ട്, അതൊരു ഹീന രാജ്യമായി ഇരിക്കുമെന്ന് വളരെ വ്യക്തമായി വായിക്കുന്നു. 14ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഞാൻ മിസ്രൈമിന്റെ പ്രവാസം മാറ്റി അവരെ അവരുടെ ജന്മദേശമായ പത്രോസ് ദേശത്തേക്ക് മടക്കി വരുത്തും. അവിടെ അവർ ഒരു ഹീന രാജ്യമായിരിക്കും. 40 വർഷത്തെ പരദേശവാസം കഴിഞ്ഞിട്ട് അവരെ മടക്കി വന്നിട്ട് അവർ സ്വന്തം ദേശമാകുന്ന പത്രോസ് എന്ന് പറയുന്ന ഒരു ദേശം അവിടെയുണ്ട്. പത്രോസ് എന്ന് പറയുന്ന ദേശം അപ്പർ ഈജിപ്റ്റ് ആണെന്ന് പറയപ്പെടുന്നു. ഇത് അവരുടെ ജന്മദേശം എന്ന് വിവരിക്കുന്നു. പുരാതന കയ്യെഴുത്ത് പ്രതികളിലും ചരിത്രങ്ങളിലും പല ആധുനികതയുടെ അഭിപ്രായം അനുസരിച്ച് ഇത് ഈജിപ്ഷ്യൻ ശക്തിയുടെ ഒരു യഥാർത്ഥ ഇരിപ്പിടമാണ് എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. പത്രോസ് എന്ന് പറയുന്നത് ഈജിപ്ഷ്യൻ ശക്തിയുടെ യഥാർത്ഥ ഇരിപ്പിടമാണ് എന്നാണ് പറയപ്പെടുന്നത്. അവർ അവിടേക്ക് മടങ്ങി വരും. ആ പഴയ ഇരിപ്പിടത്തിലേക്ക്, ശക്തിയിലേക്ക് ഒക്കെ അവർ മടങ്ങി വരും. എന്നാൽ ഒരിക്കലും അവർ ഒരു വലിയ രാജ്യമായി തീരുകയില്ല. ഒരു ഹീന രാജ്യമായി നിലനിൽക്കും എന്ന് വായിക്കും. ഇനി 15ാമത്തെ വാക്യം. അത് രാജ്യങ്ങളിൽ വെച്ച് അതിഹീനമായിരിക്കും. ഇനി ജാതികൾക്ക് മേലായി അത്
അവിടെ വായിക്കുന്നത്, ജാതികളുടെ മേൽ വാഴാൻ കഴിയാത്ത നിലയിൽ ഞാൻ അവരെ ബലഹീനമാക്കി മാറ്റും, ശക്തി ഇല്ലാതാക്കി മാറ്റും. അവിടെ വായിക്കുന്നുണ്ട്, അത് രാജ്യങ്ങളിൽ ഹീനമായിരിക്കും, ഇനി ജാതികൾ മേലായി തന്നെത്താൻ ഉയർത്തുകയില്ല, ആ ജാതികൾ മേൽ വാഴാതെ വേണം അവരെ കുറച്ചു കഴിയും. മേലാൽ ഇസ്രായേൽ ജനം ഒരിക്കലും ഇനിയും ഈജിപ്തിനെ ആശ്രയിക്കാത്ത നിലയിലേക്ക് ദൈവം ഈജിപ്തിനെ കൊണ്ടുപോയി താഴ്ത്തി. ഈജിപ്തിനെ ദൈവം ആ നിലയ്ക്ക് വീണ്ടും ശേഖരിച്ച് കൊണ്ടുവന്നെങ്കിലും ഒരിക്കലും തലപൊക്കി പഴയ ആ സാമ്രാജ്യത്വത്തിലേക്ക് മടങ്ങി വരാതെ വണ്ണം ഒരു ഹീന രാഷ്ട്രമായി ദൈവം അങ്ങനെ തന്നെ തുടരുവാൻ കാരണം ദൈവത്തിന്റെ ജനം ഇനി ഒരിക്കലും ഈജിപ്തുകാരന്റെ പുറകെ പോകല്ലേ. അതിനു വേണ്ടിയാണ് ദൈവം ആ നില ചെയ്തത്. അങ്ങനെയാണ് നമുക്ക് ആ ഭാഗം പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ഇസ്രായേൽ മേലാൽ ഇന്ന് ഈജിപ്തിൻ അവരെ ആശ്രയിക്കാൻ പോകല്ലേ. ഇസ്രായേലർക്ക് മനസ്സിലാകണം, അവിടെ ഞങ്ങളുടെ അത്രയും പോലും പവർ അതിനില്ല, അതിന് ശക്തിയില്ല, അതിനെ ആശ്രയിച്ചാൽ പ്രയോജനമില്ല എന്ന് ഇസ്രായേൽ ജനം മനസ്സിലാക്കത്തക്ക നിലയിലേക്കാണ് ദൈവം ഈജിപ്തിനെ ഒരു താഴ്ന്ന നിലയിലേക്ക് കൊണ്ട് നിർത്തിയിരിക്കുക. ഈജിപ്റ്റ് ഒരു താഴ്ന്നതും ബലഹീനതും കുറഞ്ഞതുമാകുന്ന ഒരു സംസ്ഥാനം. അവിടെ പിന്തിരിയുവാൻ അവർക്ക് സാധിക്കുന്നില്ല. അഥവാ അവർ അങ്ങോട്ട് നോക്കുമ്പോൾ തന്നെ ഈ ഇസ്രായേലിന് ചെറുത് മനസ്സിലാകും, ഞങ്ങൾ ഒരിക്കൽ ആശ്രയിച്ച് പരാജയപ്പെട്ടു, ഒരു ഓടക്കുഴൽ പോലെ മാത്രമേ അവരുള്ളൂ, അതുകൊണ്ട് ഞങ്ങൾ ഇനി അങ്ങോട്ട് പോകത്തില്ല എന്ന് ചിന്ത വരികയും അവരുടെ തെറ്റുകളെ കുറിച്ച് അവർക്ക് ബോധ്യം ഇത് നിമിത്തം വരുത്തിയെടുക്കുകയും ചെയ്യും. ഇസ്രായേലിന്റെ ആശ്രയസ്ഥാനം, ഒരു കാലത്ത് ആശ്രയസ്ഥാനമായി കണ്ടിരുന്ന ഈജിപ്തിനെ ദൈവം താഴ്ത്തി. കാരണം ഇസ്രായേൽ യഹോവയിൽ ആശ്രയിക്കണം. ഇതാണ് ദൈവത്തിന്റെ പദ്ധതി. നോക്കണം, ദൈവം തന്റെ ജനത്തെ കുറിച്ച് ആഗ്രഹിക്കുന്നത് തന്റെ ജനം എപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കണം, ദൈവത്തിൽ സന്തോഷിക്കണം, ദൈവത്തിൽ മതിമറക്കണം. ആരംഭ രാജാക്കന്മാരായിരുന്ന ദാവീദും മറ്റും പിതാവായിരുന്ന അബ്രഹാമും മറ്റും ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ദൈവത്തെ മാത്രം മുൻപിൽ കണ്ടുകയും ചെയ്തിരുന്നു. കാലങ്ങൾ പലതിഞ്ഞ് രാഷ്ട്രമായി കഴിഞ്ഞപ്പോൾ, ഒരു വലിയ രാജാക്കന്മാരും മറ്റും സൈന്യമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ അവർ ദൈവത്തെ അവിടെ മാറ്റി നിർത്തിയിട്ട് മറ്റ് ഉന്നതമാകുന്ന സ്ഥാനങ്ങളിലേക്ക് കണ്ണുനട്ട് അവരെ സഹായത്തിന് വേണ്ടി അവർ ക്ഷണിക്കുന്നതായി യഹോവയെ ദൈവം കണ്ടു. ദൈവം പ്രത്യേകിച്ച് അവിടെ പറഞ്ഞതാണ്, ഒരു കാരണവശാലും ഇസ്രായേലിലേക്ക് തിരിഞ്ഞു നോക്കല്ലേ, അവിടുന്ന് ഒന്നും നിങ്ങൾ വാങ്ങരുതേ. എന്നാൽ അവർ ചെയ്ത നിമിത്തം ദൈവം ഈജിപ്തുകാരനെ ശിക്ഷിക്കുന്നു, അവനെ മടക്കി വരുത്തുന്നു. എന്നാൽ ഒരിക്കലും അവൻ ഉയരാൻ കഴിയാത്ത നിലയിൽ താഴ്ന്ന ലെവലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഇന്നുവരെ ഇസ്രായേലിന് ഈജിപ്തിനെ ആശ്രയിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. നമുക്കറിയാം, ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവം തന്റെ ജനത്തെ ഒരുക്കിയെടുക്കുവാൻ വേണ്ടി ചെയ്യുന്ന ഓരോ മുഖാന്തരങ്ങൾ. ദൈവനെ പ്രവാസത്തിലേക്ക് വിട്ടു, പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്നാലും ശരി അവർ ഒരിക്കലും ഈജിപ്തുകാരെ ആശ്രയിക്കല്ലേ. ദൈവം കൂടുകളെ കൂടെ കൂടെ ഇളക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്ന പോലെ ദൈവം ഇസ്രായേൽ ജനത്തെ ഒന്ന് പഠിപ്പിച്ചെടുക്കുവാൻ ദൈവം മാത്രമാണ്, യഹോവ മാത്രമാണ് ദൈവം. അവനെ മാത്രമേ ആശ്രയിക്കാവൂ, മറ്റൊന്നിലും ആശ്രയിക്കാൻ പാടില്ല എന്നവരെ പഠിപ്പിക്കേണ്ടതിന് വേണ്ടി ദൈവം ഈ നിലയിൽ ചെയ്തെടുക്കുന്ന ദൈവത്തിന്റെ പദ്ധതി നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഈജിപ്തിന്റെ അഹങ്കാരം നദിയെ കൂടുതലായി അതിൽ കൂടുതൽ സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ദൈവം
നദിയുടെ മേൽ ദൈവം ന്യായവിധി അയച്ചു, ദേശത്തിന് മേൽ ന്യായവിധി അയച്ചു, മരുഭൂമിയിലേക്ക് വലിച്ചെറിഞ്ഞു. വീണ്ടും അവരെ കൊണ്ടുവന്നു, തൻ്റെ ജനത്തിന് വേണ്ടി അവരെ താഴ്ത്തിയിട്ടു. ഇന്നും തല പൊങ്ങിയിട്ടില്ല. അതാണ് ദൈവത്തിൻ്റെ പദ്ധതി. ദൈവം പറയുന്ന അത് അങ്ങ് തന്നെ സംഭവിക്കും, അതിന് മാറ്റമില്ല. ഞാൻ എൻ്റെ വാക്ക് രാത്രി അവസാനിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. 17 ഭാഗങ്ങൾ എടുത്താൽ ഇന്ന് രാത്രി അത് അവസാനിപ്പിക്കാൻ എനിക്ക് ബുദ്ധിമുട്ട്. അതുകൊണ്ട് ഞാൻ ഈ രാത്രിയിൽ ഈ ഭാഗം ഇവിടെ നിർത്തുകയാണ്. നമ്മൾ മുമ്പേ ഓർപ്പിച്ചതുപോലെ ദൈവത്തിന് നന്ദിയുള്ളവരായി, ദൈവത്തോടെ ബന്ധമുള്ളവരായി നമുക്ക് ജീവിക്കാം. ദൈവം തരുന്ന എന്തും ദൈവ ദാനമാണെന്ന് മനസ്സിലാക്കി ജീവിപ്പാൻ ദൈവം കൃപ നൽകട്ടെ. അല്ല അതിൽ പുകഴാനും അതിൽ കയറി ഞാൻ മഹാനാണെന്ന് കാണിക്കാനും ശ്രമിക്കാതെ ദൈവത്തിൽ താഴ്മയോട് നമുക്കായിരിക്കാം. ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിക്കാം. ദൈവത്തിൽ ആശ്രയിക്കാതെ മറ്റെന്തിൽ നമ്മൾ ആശ്രയിച്ചാലും ആശ്രയസ്ഥാനം ദൈവം ഒടിക്കും. അതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അവരെപ്പോഴും കണ്ണു നട്ടെ ആശ്രയമാ, ആര് വന്നാലും വേണ്ടിയില്ല, നമുക്ക് പിന്നാലെ ഈജിപ്റ്റ് ഉണ്ടല്ലോ എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ ദൈവ ആശ്രയത്തിന്റെ കൊമ്പ് ഒടിച്ചു. നമ്മൾ ദൈവത്തെക്കാൾ കൂടുതൽ മറ്റൊന്നിലും ആശ്രയിക്കാതെ ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിക്കാം. ദൈവത്താൽ കൂടുതൽ മറ്റെന്തിൽ ആശ്രയിച്ചാലും അത് ചിലപ്പോൾ തമ്പുരാൻ ഒടിച്ചു തിരിക്കാം, മാറ്റി തിരിക്കാം. കാരണം നിന്നെ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ അരക്കിട്ട് ഉറപ്പിക്കേണ്ടതിന് വേണ്ടി മാത്രമാണ്. നമ്മൾ ചിന്തിക്കുക, എന്താണ് നമുക്കിങ്ങനെ സംഭവിച്ചത്, അതെന്തുകൊണ്ടാണ് അത് നഷ്ടപ്പെട്ടു പോയേ, എന്തുകൊണ്ടാണ് ആ ഭൗതിക നന്മ നഷ്ടപ്പെട്ടത്, വരുമാനം നിന്നുപോയത് എന്താണെന്നൊക്കെ ചിന്തിക്കില്ല. കൂടുതൽ ആശ്രയിക്കാൻ തുടങ്ങിയാൽ ദൈവം അത് കട്ട് ചെയ്യും, നിന്നെ വിശ്വാസം പഠിപ്പിക്കും. നിന്നെ കൊണ്ട് ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു നിലയിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവരും. അതാണ് ദൈവ പദ്ധതി. ആകെ അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം, നമ്മെ തന്നെ സമർപ്പിക്കാം. കേട്ടവർ നമുക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് പറഞ്ഞ വാക്കുകൾ നിർത്തുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.